കൊന്നിച്ചോ മിനസാൻ നാനോമിഷിന്റെ സീസൺ 2ന്റെ എപ്പിസോഡ് 54ലേക്ക് അഥവാ നാനോമിഷിന്റെ ചാപ്റ്ററുള്ള 318ന്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാനോമിഷൻ എന്ന സീരീസിൽ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് വളരെ കൂടുതലാണ്. അതിനെല്ലാവരോടും ഞാൻ ഒരു നന്ദി പറയുവാണ്. ആൻഡ് ഇന്ന് നാനോമിഷന്റെ ഒരു കിഡിലൻ ചാപ്റ്ററാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ചാപ്റ്ററിനകത്ത് നമ്മുടെ ഫസ്റ്റ് ഹെവൻലി ഡീമനുള്ള ചിയോൺമ ഉണ്ട്. അതേപോലെ തന്നെ ചിയോൺമയുടെ സീരീസ് അല്ല മിസ്റ്റ് മൈറ്റ് മഹയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും ചെക്കൗട്ട് ചെയ്തോ. ഞാനിവിടെ മുകളിൽ ഐ ബട്ടനോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ലിങ്ക് എന്തായാലും കൊടുത്തേക്കാം. എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്തേക്ക്. പിന്നെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കംപ്ലീറ്റ്ലി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ചിയോൺമയുള്ള നമ്മുടെ ഫസ്റ്റ് ഹെവലി ഡീമൻ പറയുകയും ചെയ്യും. ദ ഹെവലി ഡീമൻ ഡിവൈൻ കൾട്ടിലെ വർഷിപ്പ് ചെയ്യുന്ന ഹെവൻലി ഡീമനും പിന്നെ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ എല്ലാവരും തന്നെ റെഫർ ചെയ്യുന്നത് ഡെമോണിക് മാർഷ്യൽ ആർട്ടിസ്റ്റ് എന്നാണ്. പക്ഷേ ഇവരാരും തന്നെ ഈവിലിന് വേണ്ടി വർക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ ഈവില് ഡിസൈർ ചെയ്യുന്ന ആൾക്കാരെ അല്ല. ഇത് പകരം ഒരു നാച്ചുറലുള്ള സെലക്ഷനിലൂടെ വരുന്നതാണ്. അല്ല, പക്ഷെ താങ്കളുടെ കാര്യം അതങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. അത് ഉള്ളത് പറയാലോ, നമുക്ക് മർഡറസ് ആയുള്ള ആ ഒരു ഇന്റന്റ് ഉണ്ടെങ്കിൽ പോലും ഒരു ഡിമോണിക് പാത്വേയിലേക്ക് എത്താൻ സാധിക്കത്തില്ല. അത് നിനക്ക് എത്ര വെറുപ്പുണ്ടെങ്കിലും എത്ര ദേഷ്യമുണ്ടെങ്കിലും അത് എത്ര പ്യുവർ ആണെങ്കിലും നിനക്കൊരിക്കലും ഡിമോണിക് പാത്വേയിലേക്ക് എത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ മിത്തിക്കൽ ക്രീച്ചറിന്റെ ആ ഒരു അസിഷൻ ഞാൻ തടഞ്ഞുകൊണ്ട് അവരുടെ സ്പിരിച്വൽ പവറിനെ ഞാൻ ദേഷ്യത്തിലേക്കും വെറുപ്പിലേക്കും തിരിച്ചത്. അങ്ങനെയാണ് അവരെ ഡിസ്ട്രക്ഷന്റെ പാതയിലേക്ക് ഞാൻ നയിച്ചതും. ഉള്ളത് പറഞ്ഞ എന്റെ വില്ലിന്റെ ആ ഒരു ഇമോഗിനെയാണ് നീ ആദ്യം അബ്സോർവ് ചെയ്തത്. ആ ഒരു ഇൻകംപ്ലീറ്റ് ആയുള്ള ഡിമോണിക് പാത്ത് യൂസ് ചെയ്തുകൊണ്ട് നിനക്കൊരു ഇമ്മോർട്ടലിനെ കൊല്ലാൻ സാധിക്കത്തില്ല. ആ, അതെനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ നീ വിഷമിക്കണ്ട. കാര്യം ഇപ്പോൾ നീ കംപ്ലീറ്റ് ആ പാത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ ലോകത്ത് നിനക്ക് കൊല്ലാൻ സാധിക്കാത്തതായിട്ട് ആരും തന്നെയില്ല. അപ്പോ ഇനിയാണ് യഥാർത്ഥ രസം തുടങ്ങുന്നത്. അടുത്ത സെക്കൻഡിൽ ആ ഒരു ഹെവൻലി ഡീമൺസോട് അവിടേക്ക് വന്നു. നീ എന്തായാലും നിന്നെ പ്രൂവ് ചെയ്ത് കാണിച്ചു. ഇനി ഞാൻ നിനക്ക് യഥാർത്ഥ രീതി പറഞ്ഞുതരാം. ദ ഹെവൻലി ഡീമൺ ക്യൂവിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. യഥാർത്ഥ വഴിയോ? അല്ല, പക്ഷെ ഞാൻ ഇത്ര നേരം യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നീ അതിന്റെ ഒരു സ്മോൾ ഫ്രാക്ഷൻ മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രകൃതിയായിട്ട് ഒന്നായി നമ്മുടെ ശരീരം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വെപ്പണും നമ്മളും ഒന്നായി മാറും. ആ ഒരു വില്ല് സെയിം ആകും. ആ, ഞാനത് ഇതിനു മുമ്പ് കണ്ടിരുന്നു. ആ ഒരു സുപ്രീം സൈബർ കോഡും പിന്നെ കോമ്പാക്ട് ഡിവൈനും അത് യൂസ് ചെയ്ത്. പക്ഷേ ഇനി നീ എല്ലാം തന്നെ മറക്കണം. നിന്റെ മൈൻഡ് ബ്ലേഡും ഈ ബ്ലേഡ് ബോഡിയും എല്ലാം തന്നെ നീ മറന്നേക്ക്. ഞാൻ നിന്നെ ഇന്നൊരു കാര്യം പഠിപ്പിച്ചു തരാനായിട്ട് പോകുവാണ്. ഈ ലോകത്ത് നിനക്ക് മാത്രം പഠിക്കാൻ സാധിക്കുന്ന ഒരു സോർട്ട് മെത്തേഡ്. ഏ അത് ഈ ലോകത്തിന് തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു സോർട്ട് ടെക്നിക്. ട്രാൻസിയന്റ് ഹെവൻലി ഡീമൻ സോഡ്. പിന്നെ കാണിക്കുന്നത് ആ ഒരു സ്ഥലമാണ്. ഇയോൺ ചിയോൺ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ഞാൻ നിന്നിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? 2 തവണ മാത്രമേ ഞാൻ നിന്നെ അത് കാണിച്ചു തന്നുള്ളൂ. ആ സമയത്ത് ഹെവൻലി ഡീമൺസോട് കിടന്ന് വിറക്കുന്നുണ്ടായിരുന്നു. നീ അത് ഓൾറെഡി മാസ്റ്റർ ചെയ്തല്ലേ. അതേസമയം അവരുടെ ഫ്രണ്ടിലുണ്ടെന്ന ആ ലിറ്ററൽ സ്പേസ് തന്നെ ഡിസ്ട്രോയ് പോയിരുന്നു. എന്റെ എന്റെ വലത്തെ കൈ കിടന്ന് വിറക്കുകയാണ്. പക്ഷേ ഞാനിപ്പോ മൈൻഡ് റലത്തിലാണ്. എങ്കിലും എന്ത്? നിന്റെ ഫിസിക്കൽ ബോഡി ഈ റലത്തിലില്ലായിരിക്കും. പക്ഷേ നിന്റെ ബോഡിക്ക് അത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സ്ട്രോങ് ആയുള്ള വില്ലും ഒരു സ്ട്രോങ് ആയുള്ള ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടെക്നിക്ക് നിനക്ക്. ഇത് ശരിക്കും അമേസിംഗ് ആണ്. ദ ഡീമൻ ഗോഡ് സോർഡ് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഞാനുന്റെ സഹായത്തോടു കൂടി ഈ ഹെവലി ഡീമൻ സോർഡായിട്ടും പിന്നെ ഈ സുപ്രീം സെവറിന്റെ മാർഷൽ ആർട്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ്. പക്ഷേ അതെല്ലാം ചെയ്തത് ആ ഒരു ട്രേസസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഇദ്ദേഹം ഇവൻ മറ്റൊരു തലത്തിൽ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം മാർഷൽ ആർട്സിനെ വെച്ച് നോക്കാൻ നേരത്ത് ഒരു ദൈവികമായ തലത്തിൽ തന്നെയാണ്. പെട്ടെന്നാണ് അവിടേക്കൊരു പ്രകാശം വന്നത്. അല്ല, ഇതെന്ത് പറ്റി? ഞാൻ അറ്റാക്ക് ചെയ്തതിന്റെ പവർ. ഹേ, അത് നിന്റെ തെറ്റല്ല. നമ്മുടെ സമയം തീരാറായിരിക്കുന്നു. നീ വിഷമിക്കൊന്നും വേണ്ട. എന്റെ ഒറിജിനൽ സെൽഫ് ബാക്കി വെച്ചിരുന്ന ആ ഒരു ഫ്രാഗ്മെന്റിന്റെ ഫുൾ പവർ ഞാനിപ്പോ യൂസ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കാൻ നേരത്ത് കുറച്ച് പതുക്കെയാണെന്ന് എനിക്കറിയാം. പക്ഷേ സമയം നന്നായിട്ട് കടന്നു പോയിരിക്കുന്നു. അതെ, നന്നായിട്ട് തന്നെ. എന്നെക്കൊണ്ട് പറ്റാവുന്നതെല്ലാം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നു. പെട്ടെന്ന് ഞാൻ മുട്ടുകുത്തിയിരുന്നു. താങ്ക് യു ഫോർ യുവർ ടീച്ചിങ്സ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇതൊന്നും തന്നെ. ഏ താങ്കൾ അങ്ങനെയല്ല. താങ്കൾ എന്നെ പഠിപ്പിച്ചെന്നത് അത്രയും വലിയൊരു മഹത്തായ ഒരു കാര്യമാണ്. അതിനു പുറമെ താങ്കളുടെ സക്സസേഴ്സിന് വേണ്ടി ഒരു റാൻഡമുള്ള പ്രോഫിറ്റ് പറഞ്ഞതുകൊണ്ട് മാത്രം. ഹോ, നിനക്കങ്ങനെയാണോ തോന്നിയത്? പെട്ടെന്ന് നീ ഒന്ന് ഞെട്ടി. നിനക്കെന്തോ പറയാനില്ലേ? പെട്ടെന്ന് പറഞ്ഞോളൂ. അധികം സമയം അല്ല. ആ ഒരു പ്രോഫിറ്റ് അത് അതാരായിരുന്നു? പെട്ടെന്നാണ് അവൻ്റെ കൈ ഉയർത്തിയത്. അടുത്ത സെക്കൻഡിലാണ് ആ ഒരു രൂപം അവൻ കണ്ടത്. അല്ല, ഇത്
ഡയറക്ടർ ചിയോണല്ലേ? ഇയോൺ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. പെട്ടെന്ന് ആ സ്ഥലം കംപ്ലീറ്റ്ലി ബ്രോക്ക് ആയിട്ട് തുടങ്ങി. എന്റെ ജോലി കഴിഞ്ഞിരിക്കുന്നു. നീ ചെല്ല് എന്റെ സക്സസർ. ആ ഒരു ഗ്രീഡിയുള്ള മനുഷ്യനെ ഒരു പാഠം പഠിപ്പിക്കൂ. ഹെവൻലി ഡീമൻ എന്ന ടൈറ്റിലിന്റെ ഭാരം നീ എന്താന്ന് കാണിച്ചു കൊടുക്കൂ. ഞാൻ ഉറപ്പായിട്ടും അത് ഞാൻ തെളിയിച്ചിരിക്കും. എനിക്ക് നിന്നെ വിശ്വാസമാണ്. പെട്ടെന്നാണ് ഒരു വലിയൊരു പ്രകാശം അവിടെ ഉണ്ടായത്. പിന്നെ കാണിക്കുന്നത് നോർത്ത് വെസ്റ്റ് പാർട്ടാണ് നമ്മുടെ ചങ്ബൈ മൗണ്ടൻ. ആ സ്ഥലം തന്നെ നിന്ന് കത്തുമായിരുന്നു. പക്ഷെ അവിടെ ഒരു വലിയൊരു ഐസ് കാണാൻ സാധിക്കും. പെട്ടെന്നാണ് അത് തുരന്നുകൊണ്ട് ഒരു മാസീവുള്ള ഫയർ അറ്റാക്ക് അവിടേക്ക് ചെന്നത്. ആ ഐസിന് വലിയൊരു ദ്വാരം വേണമെങ്കിലും അടുത്ത സെക്കൻഡ് അത് വീണ്ടും മൂടി കെട്ടാനായിട്ട് തുടങ്ങി. നാശം, നാശം, ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുവാണല്ലോ. എനിക്കിതൊട്ടും തന്നെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സാർ മായിനെയാണ്. അദ്ദേഹത്തിന് മാസ്ക് ഒക്കെ പൊട്ടി നാശമായിട്ടിരിക്കുവാണ്. ഇവിടെ ഇവിടെ ഇത്രയും വലിയ തീയുള്ളത് കാരണം തന്നെ ശ്വാസമെടുക്കുന്നത്. അതേസമയം ഡാൻജുച്ചിനും നന്നായിട്ട് കഥക്കുന്നുണ്ടായിരുന്നു. ഹെഡ് ഗാർഡിയൻ, അവന് അവനൊരു മോൺസ്റ്ററാണ്. മാർഷൽ പവേഴ്സിൽ അവൻ ശരിക്കും ഈക്വലാണ്. പക്ഷേ അവൻ്റെ ക്യൂ ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. അതിലുപരി അവൻ്റെ റീജനറേഷൻ അത് 10 മടങ്ങോളം കൂടുതലാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ ഒരു ഫയർ കിങ്ങിൻ്റെ ക്യൂയെ അവൻ ഉറപ്പായിട്ടും എടുത്തിട്ടുണ്ട്. അവൻ്റെ തലയർത്താൽ മാത്രമേ നമുക്ക്... ഹ്, നീ പറഞ്ഞതുപോലെ അത്ര എളുപ്പമൊന്നുമല്ലല്ലോ. ഈ ഒരു ഫൈറ്റ് എത്രയും പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കണം. അടുത്ത സെക്കൻഡ് അവർ രണ്ടുപേരും അവിടേക്ക് ചാടി. ഇതേ സമയത്ത് അവനൊരു അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ ഡാൻജു ചെയ്യാൻ ആദ്യത്തിന്റെ ആ ഒരു കോൾഡ് ഐസ് ഹെവലി പ്ലം യൂസ് ചെയ്ത് ഒരു മാസീവുള്ള സീക്രറ്റ് അറ്റാക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് അവന്റെ ഫയറും അവരെ ഐസ് കൂടെ വന്ന് കുറേയധികം സ്റ്റീം അവിടെ രൂപപ്പെട്ടത്. നാശം, ഈ ഒരു വേപ്പർ ഇത് വീണ്ടും എൻ്റെ... അടുത്ത സെക്കൻഡ് സാർമായിന്റെ അറ്റാക്ക് അവന്റെ കഴുത്തിലേക്ക് എത്തി. പിന്നെ കാണുന്നത് ഒരു മാസീവുള്ള എക്സ്പ്ലോഷനാണ്. എന്നാൽ സാർമായും ഡാൻജുച്ചിയനും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവർ ചെയ്ത 2 അറ്റാക്സും അവർ നിസ്സാരമായി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. നീയൊക്കെ എന്താടാ ചിന്തിച്ചത്? എല്ലാത്തിനും കഥ കഴിഞ്ഞെന്ന് പറഞ്ഞ് പെട്ടെന്ന് അന്നേരം മുകളിലേക്ക് തീയുമായിട്ട് പറന്നുയർന്നു. എന്നിട്ട് സുപ്രീം സേബറിന്റെ ഡിവൈൻ മാർഷൽ ആർട്സിന്റെ ഫ്ലെയിം ഡ്രാഗൺ ഫ്ലെയിംസ് അങ്ങോട്ട് യൂസ് ചെയ്യും. അതേസമയം സാർമാന്റെ മുമ്പിൽ അതിശക്തമായ തീ പടരാനായിട്ട് തുടങ്ങി. എൽഡർ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എന്നാൽ പിന്നെ നമ്മൾ കാണുന്നത് അവനവന്റെ കയ്യിലേക്ക് മാസീവ് ഒരു തീഗോളം സൃഷ്ടിക്കുന്നതാണ്. പെട്ടെന്ന് അവനവന്റെ കൈ നിലത്തേക്ക് വെച്ചു. അടുത്ത സെക്കൻഡ് അതിന്റെ ചുറ്റിനും ഒരു ഐസ് രൂപപ്പെടുകയും. എന്നാൽ അതിന് അധിക നേരം പിടിച്ചു നിൽക്കാനും സാധിച്ചില്ല. കാര്യം അതവനെ പൂർത്തിയാക്കാൻ പറ്റില്ല. നാശം, എനിക്കധികം ട്രൂ ക്യൂ ഇല്ല, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ അവൻ ആ ഫയർ ബേസ്ഡ് അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ചാക്, ചത്ത് തോലെന്ന് പറഞ്ഞ് ആ മാസീവ് അറ്റാക്ക് അവരുടെ നേരെ വന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അഥവാ 318 എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാനോ മിഷിന്റെ എല്ലാ വീക്കിലും ഒരൊറ്റ ചാപ്റ്റർ റിലീസ് ആകത്തുള്ളൂ. അപ്പോൾ എനിക്കത് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തായാലും അടുത്ത വ്യാഴാഴ്ച കാണാം.